ഗബ്രിയുടെ കയ്യിൽ നിന്ന് ഗെയിം വിട്ടുപോയി തുടങ്ങി. അത് ഗബ്രിക്ക് കുറേശ്ശെ മനസ്സിലായിട്ടുണ്ട്, ജാസ്മിന് മനസ്സിലായിട്ടില്ല. ഇത്തവണ ലാലേട്ടൻ വന്നപ്പോൾ ഗബ്രിയെ ചീത്ത പറഞ്ഞാൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. കാരണം അവർ ഫ്രണ്ട്സാണ്. അല്ല എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ, അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അത് അവരുടെ കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ മുൻ സീസണിലാണെങ്കിലും ഇപ്പോൾ ദിൽഷ, റോബിൻ, നിങ്ങൾ എന്തൊക്കെ അംഗങ്ങൾ പറഞ്ഞുണ്ടാക്കി. അതേപോലെ മണിക്കുട്ടനും മറ്റേ പെങ്കൊച്ചിൻ്റെ പേരെന്തായിരുന്നു പൊന്നു? മണിക്കുട്ടൻ്റെ സീസണിൽ ഉണ്ടായിരുന്നത് സൂര്യ തന്നെയാണോ? ആ കൊച്ചായിട്ട് കുറെ കണക്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എല്ലാ സീസണിലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഔട്ട് ട്രാക്ക് എന്ന് പറയുന്ന സംഭവം പേളിയും ശ്രീനിഷും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ദിൽഷയൊക്കെ ഫേസ് ചെയ്തിരിക്കുന്ന സൈബർ ബുള്ളിങ് ചെറുതൊന്നുമല്ല. കാരണം ഓരോ വേട്ടാവളിയന്മാർ ബാഡ്ലെസ് ക്യാരക്ടർ കാണിക്കുന്നു. ഇവർക്കൊന്നും നേരെ വന്ന് പറയാനുള്ള ധൈര്യമോ നട്ടലോ ഒന്നുമില്ല. സോ ആ ഒരു രീതിയിലേക്ക് സംസാരിച്ച് വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അത് അവരെന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്, ഓൺലൈനിൽ ഓരോരുത്തർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫുഡിൻ്റെ കാര്യത്തിൽ അവിടെ ലിമിറ്റഡ് ഫുഡാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും സീസൺ വൈസ് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ സീസണിൽ പോലും ചോദിക്കാതെ എന്തിനു ഫുഡ് എടുത്തു എന്നിട്ട് ചോദിച്ചിട്ട് ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല. ലൈക്ക് റെനീഷ, മാരാർ, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ശ്രുതിയൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മാക്സിമം ഫുഡ് ഷെയർ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. വിഷ്ണുവിനാണെങ്കിലും മിഥുനാണെങ്കിലും ആരാണ് കുറച്ച് കഴിച്ചേക്കണേ, ഞാൻ ഓൾവേസ് കിച്ചൺ ടീമിലായിരുന്നു, ആരാണ് കുറച്ച് കഴിച്ചേക്കണേ അല്ലെങ്കിൽ ആർക്കാണ് വിശപ്പ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കാറുണ്ട്, ക്ലിയർ ചെയ്യാറുണ്ട്, നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. ഭക്ഷണമല്ലേ, അതിനകത്ത് ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം വേണം. പക്ഷേ ഭക്ഷണത്തിൻ്റെ കെയർ ഓഫിൽ വഴക്കുണ്ടാക്കുമ്പോഴും അത് ഭയങ്കര ബാഡ് ഇമേജ് ഉണ്ടാക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഗബ്രി പവർ ഭയങ്കര മോശമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ചോദ്യം അവിടെ ജാൻമനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. വിശന്നിരിക്കുന്ന മനുഷ്യന് ഫുഡ് കൊടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാരണം നമ്മൾ റോക്കി പറഞ്ഞ മാതിരി വിശന്നിരിക്കുന്നവൻ്റെ അന്നം കട്ട് ചെയ്യുന്നവനല്ല ശരിക്കും ഒരു പവർ റൂമിൽ ഇരിക്കേണ്ടത്. ജാൻമണിക്ക് പകരം ജാസ്മിനാണ് കഴിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇപ്പം എന്തായി, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നു, നോറ അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ജാസ്മിൻ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഗബ്രി ചെയ്തൊരു തെറ്റുണ്ടെങ്കിൽ ജാസ്മിൻ ആസ് എ ഫ്രണ്ട് നീ ചെയ്ത് തെറ്റാന്ന് പറയാൻ ഒരു നട്ടൽ കാണിക്കണം. അതേപോലെ തിരിച്ചും എനിക്കൊരാൾ ഇഷ്ടമാണ്, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്താലും ശരി, എനിക്കൊരാൾ ഇഷ്ടമല്ല, അതുകൊണ്ട് അയാൾ എന്ത് കാണിച്ചാലും തെറ്റെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പാടില്ല. ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല ഗെയിം കയ്യിൽ നിന്ന് പോവുകയാണെന്നുള്ളത്. അത് എന്നും പവർ റൂമിലിരുന്ന നോമിനേഷനിൽ നിന്ന് സേവ് ആവാനൊന്നും പറ്റത്തില്ല. സോ കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലായി അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി നിൽക്കാം അതിൻ്റെ ഉള്ളിൽ.